ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ത്രിവേണി സംഗമത്തിലേക്കും പിന്നെ കുടയത്തൂർ പാലത്തിലേക്കുമാണ്. അപ്പോൾ മൂലമറ്റത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ത്രിവേണി സംഗമം. മൂലമറ്റം വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം പുറത്തേക്ക് എത്തുന്ന നാച്ചാറും വലിയാറും കൂടി ചേർന്ന് രൂപപ്പെടുന്ന മനോഹരമായ സ്ഥലമാണ്. തൊടുപുഴയാറിൻ്റെ ഉത്ഭവസ്ഥാനവും മലങ്കര ജലാശയത്തിലെ നീരൊഴുക്കും അപകടമില്ലാതെ വെള്ളത്തിലിറങ്ങാൻ സാധിക്കുന്ന സ്ഥലവുമാണ് ത്രിവേണി സംഗമം. ഈ മനോഹരമായൊരു നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്ക് കാണാം. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മുടെ പവർ ഹൗസിൽ നിന്ന് മാത്രമുള്ള വെള്ളമാണ് ഈ ത്രിവേണി സംഗമത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അധികമൊന്നുമില്ല. പവർ ഹൗസിലെ വൈദ്യുതി ഉപയോഗത്തിന് എടുക്കുന്ന വെള്ളം മാത്രമേ ഇപ്പോൾ ത്രിവേണി സംഗമത്തിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒഴുക്ക് കുറഞ്ഞ ഭാഗത്ത് ധൈര്യമായിട്ട് ഇപ്പോൾ ഈ സമയങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഇറങ്ങാവുന്നതാണ്. എന്നാൽ ചിലയിടത്ത് അപകടമായ വെള്ളം കുറവാണെങ്കിലും നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം പരിചയമില്ലാത്തവർ ഇവിടെ വന്ന് ഇറങ്ങുവാൻ. ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരോടോ മറ്റോ ചോദിച്ചിട്ട് മാത്രമേ നമ്മളിവിടെ ഇറങ്ങാവൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെയൊന്നുമല്ല, അപ്പുറേ കുറച്ച് ഒഴുക്ക് കുറഞ്ഞൊരു ഭാഗമുണ്ട്, അങ്ങോട്ടേക്കാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വെള്ളം വരുന്നിടത്തേക്ക് മാത്രമാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. കാണുന്നതാണ് ത്രിവേണി സംഗമത്തെ 3 ഭാഗങ്ങൾ ആദ്യം കണ്ടത്. മൂലമറ്റം എത്തുന്നതിന് മുമ്പ് മെയിൻ റോട്ടിൽ നിന്നും 500 മീറ്റർ മാത്രം മാറിയാൽ നമുക്കത് ഈ ത്രിവേണി സംഗമത്തിലേക്ക് എത്താം കേട്ടോ. ഏറെ ആകർഷിക്കുന്നത് ഇവിടെയുള്ള തൂക്കുപാലമാണ്. നമ്മൾ ആദ്യം കയറി വന്ന ചെറിയൊരു തൂക്കുപാലം കയറിയാണ്. ആ തൂക്കുപാലമാണ് ഇവിടുത്തെ മെയിൻ എല്ലാവരെയും ആകർഷിക്കുന്നതും. പിന്നെ തെളിഞ്ഞ കാലാവസ്ഥയിൽ നാടുകാണി മലനിരകളും പവലിയാനും ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുക്കി ഭാഗത്തേക്ക് പോയ നാടുകാണി പവലിയാൻ എന്നിടത്തും നിങ്ങൾക്ക് പോയി ഒരു ദിവസം കൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഈ പുഴയുടെ തീരത്തേക്ക് ഇറങ്ങിയത് ഈ വഴിയാണ് കേട്ടോ. അപ്പോൾ അപ്പുറം ഇറങ്ങാം, പക്ഷേ അവിടെ ഇച്ചിരി ഒഴുക്കുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയില്ല. അപ്പം നമ്മളിവിടെ ജസ്റ്റ് കുറച്ച് നേരം ഒന്നിറങ്ങി ഇവിടെ ആൾക്കാരെ കലക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ ഒന്നിറങ്ങി. ഞങ്ങൾ ഇവിടെ വന്നത് ഒരു വൈകുന്നേരം 3-3:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഉച്ച സമയത്തൊക്കെ കുളിക്കാനൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ നല്ല ഒരു സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല വെയിലൊക്കെ ആണല്ലോ, മഴയും ഇപ്പോൾ പെയ്യില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇറങ്ങി പേടിക്കാണ്ട് ധൈര്യത്തോടെ ഇവിടെയൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. എന്നാലും ഇവിടെ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് പലരും മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപകട സാധ്യത ഏറിയ പ്രദേശവും കൂടിയാണ്. സൂക്ഷിച്ചൊക്കെ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്നുണ്ടോ, ഇവിടെ അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആദ്യമായിട്ട് വരുന്നവരെയൊക്കെ ഇവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മളിവിടെ ഇവിടെ ഇറങ്ങുവാനോ കുളിക്കുവാനോ ഒക്കെ തുടങ്ങുന്നുണ്ട്. ഇവിടെ അധികം വെള്ളമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. പിന്നെ അപ്പുറത്തേക്ക് ഉള്ളിലേക്ക് ഇച്ചിരി മാറിയാണ് വെള്ളം പിന്നെ പോകുന്നത്. ഇവിടെ ഒരുപാട് പരന്നൊഴുകൊണ്ട് അധികം വെള്ളമെല്ലാം ആഴമില്ല, ഒഴുക്കും ചെറുതായിട്ട് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് കൊച്ചിനെയും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് കളിപ്പിച്ചു. കണ്ടോ, എൻ്റെ കൈയുടെ ഒരു കൈപ്പത്തിയുടെ അത്ര വെള്ളം പോലെ അവിടെ നിന്നൊരു കല്ലൊക്കെ കിട്ടി. ഇതെന്ത് കല്ലാന്ന് പറയുക, സോപ്പൊക്കെ ആണെന്ന് കേട്ടത്. സോപ്പും അല്ല, ചെറിയ എന്തോ ഒരു കല്ലാണ്, കുമ്മായക്കല്ല് പോലെ അങ്ങനെ എന്തോ സംഭവമാണ്. കയ്യിലിട്ട് വരയ്ക്കുമ്പോൾ കളറൊക്കെ പോകേണ്ട. അതെന്താണെന്ന് നിങ്ങൾക്ക് പരിചയമുള്ളവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ചുമ്മാ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ചൂടാക്കിയല്ലേ. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി കൊച്ചിൻ്റെ കാലൊക്കെ നനച്ച്. അവൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം, വെള്ളം എന്താ അറിവ് വെച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ആദ്യം, പിന്നീട് അവൾക്കത് ചെറിയ കളി തമാശയായിട്ട് തോന്നി. ഞങ്ങൾ ജസ്റ്റ് അവളെ കളിപ്പിച്ചു. കാല് മാത്രം ഒന്ന് മുക്കി ഇങ്ങനെ പിടിച്ചു വെച്ചുള്ളേ. പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് അവൾക്ക് ചെറിയ സന്തോഷമൊക്കെ തോന്നി. പക്ഷെ എന്താ സംഭവം അവളെ എന്നെ ചെയ്യിപ്പിച്ചതെന്നൊന്നും മനസ്സിലായില്ല. അത്രയൊക്കെ ചെയ്യിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ നേരെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത്. സമയം ഇവിടെ തന്നെ ഞങ്ങളൊരു 3-3:30 ആയി വന്നിട്ട് 5 മണിയായി കേട്ടോ തിരിച്ചു കയറി പോയപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോയി നേരെ കൊടയത്തൂരിലേക്കാണ്. അവിടെ ഒരു പാലമുണ്ട്. ആ പാലം ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ് ഈ സ്ഥലം.
കൊടയത്തൂരിൽ നിന്ന് കോളപ്ര ചെല്ലണം. കോളപ്രയിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് ഒരു ആർച്ചുണ്ട്, അതായത് തൊടുപുഴയിലേക്ക് പോകുന്നതാണെങ്കിൽ റൈറ്റിലേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത് ഈ പാലം. ജസ്റ്റ് ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതിൻ്റെയൊക്കെ, ത്രിവേണി സംഗമത്തിൻ്റെയും ഈ പാലത്തിൻ്റെയും. അപ്പോൾ ഇത് പാലം 1 വേ ആണ് കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ കയറിയതും റെഡ് അവിടെ കത്തി, മറുവശത്ത് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ മൊത്തം റിവേഴ്സ് എടുക്കേണ്ടി വന്നേനെ. നമ്മളിപ്പോൾ ഇവിടെ വണ്ടിയൊന്നും ഇല്ലയെന്ന് കരുതി അവിടെ ഗ്രീൻ കത്താണ്ട് നമ്മളിവിടെ നിന്ന് വണ്ടി മുന്നോട്ട് എടുക്കരുത്, പിന്നെ നമ്മുടെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക്. നമ്മളിവിടെ വന്നതും ഇവിടെ തൊട്ടടുത്ത് തന്നെ തറവാട് എന്നൊരു കള്ള് ഷാപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാണ് ഞങ്ങൾ വന്നത്, മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്, ഇവിടെ ഒരു ഷാപ്പുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞുമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം വണ്ടിക്കകത്തിരുന്ന് ചെറിയ സ്നാക്സൊക്കെ ആയിരുന്നു മേടിച്ചത്. ചായ, ജ്യൂസ്, അങ്ങനെ പാഴ്സലായിട്ട് മേടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് മേടിച്ചത്. ഇവിടെ ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ നേരെ തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതും മലങ്കര ജലാശയം, മലങ്കര ഡാമിൽ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് ഇത്രയും വെള്ളമുള്ളത് ആ ജലാശയമാണ് കേട്ടോ. കാഞ്ഞാറിൽ നിന്ന്, അത് നമ്മുടെ റോസിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഈ കെട്ടി നിർത്തിയേക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.